അങ്ങനെ കളിച്ച് കളിച്ച് വലിയ ഗുണ്ട അമേരിക്കയുടെ താല്പര്യമില്ലാതെയാണ് എന്ന് തോന്നും വിധം ഇസ്രായേൽ ഇറാൻ്റെ ഓയിൽ ഫീൽഡിൽ ആക്രമിച്ചു. വരട്ടാനാണ്, ഭയപ്പെടുത്താനാണ്. റെജിം ചേഞ്ച് നടക്കുന്നില്ല. കുറച്ച് വൃദ്ധരായ നിസ്സഹായരായ നേതാക്കളെ കൊന്നു, അല്ലാതെ അതിനപ്പുറത്ത് മറ്റൊന്നും കാര്യമായി നടക്കുന്നില്ല. അതിനേക്കാൾ കൂടുതൽ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇറാനാകട്ടെ അണുവിട ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഇരുവരും കൂടി ആലോചിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവവായുവായ എണ്ണപ്പാടത്തെ, ഓയിൽ ഫീൽഡിനെ, ഗ്യാസ് ഫീൽഡിനെ ഒക്കെ ആക്രമിച്ചു തുടങ്ങാം. ഇറാൻ അപ്പോഴേ തിരിച്ചു പറഞ്ഞിരുന്നു, തങ്ങളുടെ ഓയിൽ ഫീൽഡോ എണ്ണപ്പാടമോ തൊട്ടാൽ അമേരിക്കൻ ബേസുകളുള്ള, അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന, പരിപോഷിപ്പിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ ഓയിൽ ഫീൽഡും കത്തും എന്ന് അന്നേ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും കേൾക്കാൻ ചെറിയ ചട്ടമ്പി തയ്യാറായില്ല. വലിയ ചട്ടമ്പി കൂടുള്ളതുകൊണ്ട് ചെറിയ ചട്ടമ്പി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും കിട്ടിയ തക്കത്തിന് ഇസ്രായേൽ ഗ്യാസ് ഫീൽഡിലാണ് ഇറാനിൽ അടിച്ചത്. അടിച്ച പാടെ ഇറാൻ ചുറ്റുവട്ടത്തുള്ള 2-3 ഓയിൽ ഫീൽഡുകൾ ലക്ഷ്യമാക്കി. അതിൽ ഖത്തറും പെട്ടു. ഖത്തറിനെ ഉന്നം വെച്ചത് വലിയാശാന് വിമാനമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന, വളരെ വിശ്വസ്തൻ എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിലാണ് ഖത്തറിനെ ഇറാൻ ഉന്നം വെച്ചത്. മിഡിൽ ഈസ്റ്റിൽ പരസ്പരം ആക്രമിച്ച് കത്തിക്കുന്നത് നേരും നെറിയും ശരിയുമല്ല എന്നുറച്ച നിലപാടാണ് എനിക്കുള്ളത്. പക്ഷേ സംഗതി യുദ്ധമാണ് നടക്കുന്നത്. ആ സന്ദർഭത്തിൽ ഖത്തറിനെ അടിച്ചതോടുകൂടി മിഡിൽ ഈസ്റ്റ് ആകെ ഇളകി. തങ്ങളുടെ കൈപ്പിടിയിലാണ് എല്ലാ ഓയിൽ ഫീൽഡും എന്നുള്ളത് ഇറാന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇറാൻ എന്ത് ചെയ്തു? ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണിന് പകരമാക്കി. ആക്രമണം തുടങ്ങിയതും എല്ലാവരും കൂടി വലിയ ചട്ടമ്പിയെ സമീപിച്ചു, ഗ്യാങ്സ്റ്റാറിനെ സമീപിച്ചു, സാക്ഷാൽ US ട്രംപിനെ. അദ്ദേഹം വളരെ ഹൃദയവികാരത്തോടുകൂടി ഒരു ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ തൻ്റെ ചട്ടമ്പിയായ, ആർക്കു വേണ്ടിയാണോ താൻ ഈ യുദ്ധം ചെയ്യുന്നത്, ആ ചട്ടമ്പിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഇസ്രായേൽ ഔട്ട് ഓഫ് ആങ്കർ ഫോർ വാട്ട് ഹാസ് ടേക്കൺ പ്ലേസ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് ഹാസ് വയലൻ്റ്ലി ലാഷ്ഡ് ഔട്ട് അറ്റ് മേജർ ഫെസിലിറ്റി നോൺ ആസ് സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് ഇൻ ഇറാൻ. ഇസ്രായേൽ കടുത്ത ദേഷ്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേജർ ഓയിൽ ഫീൽഡ് ഫെസിലിറ്റിയായ, ഗ്യാസ് ഫീൽഡ് ഫെസിലിറ്റിയായ സൗത്ത് പാർസിൽ ഇറാനിൽ ആക്രമണം നടത്തി. എ റിലേറ്റീവ്ലി സ്മോൾ സെക്ഷൻ ഓഫ് ഓൾ ഹാസ് ബീൻ ഹിറ്റ്. ഒരു വളരെ ചെറുത് മാത്രമേ ഹിറ്റ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ, സാധാരണ മുതലാളി പറയുന്നത് അടിച്ചവൻ്റെ മൊത്തം തകർത്തു എന്നൊക്കെ പറയുന്നിടത്ത് ഇവിടെ വളരെ ഇത്തിരിയേ തകർത്തുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം യാതൊരു ന്യായവുമില്ലാത്തൊരു യുദ്ധത്തിൽ വെറുതെ ആക്രമിക്കുകയാണല്ലോ. The United States knew nothing about this particular attack, and the country Qatar was in no way, shape or form involved with it, nor did it have any idea that it was going to happen. Unfortunately, Iran did not know this or any other pertinent facts pertaining to South Pars attack, and unjustifiably and unfairly attacked a portion of Qatar LNG gas facility. No more attacks will be made by Israel pertaining to the extremely important and valuable South Pars field unless Iran unwisely decide to attack a very innocent, in this case Qatar, in which instances the United States of America, with or without the help of or consent of Israel, will massively blow up the entire South Pars gas field at an amount of strength and power that Iran has never seen or witnessed before. I do not want to authorize this level of violence and destruction because of the long-term implication of that it will have in the future of Iran. But if Qatar's LNG again attacked, I will not hesitate to do so. Thank you for attention in this matter. ഇതാണ് മോലാളിയുടെ കുറിപ്പ്. മോലാളി പറയുന്നത്, ഇസ്രായേൽ വളരെ അവിചാരിതമായ വൈരാഗ്യത്തിൽ തങ്ങളോടൊന്നും ആലോചിക്കാതെ ഇറാനിലെ സൗത്ത് പാഴ്സിലെ ഒരു ഗ്യാസ് ഫീൽഡിനെ ആക്രമിച്ചു. തങ്ങളുടെ അറിവോടുകൂടിയല്ല, അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഈ ആക്രമണത്തെക്കുറിച്ച് പാവം ഖത്തറിന് ഒന്നും അറിയില്ല. ഖത്തറിന് ഇതിൻ്റെ വിവരങ്ങൾ അറിയില്ല, ഒന്നും അറിയില്ല. എന്ന് വെച്ചാൽ ഇറാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ റഷ്യ കൊടുത്ത ഇൻഫർമേഷൻ അനുസരിച്ച് ഈ അറ്റാക്കിനെ സംബന്ധിച്ച് ഖത്തറിനും അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതില്ല എന്നാണ് ആശാൻ ആണയിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്ങാനും ഖത്തറിലെ LNGയിൽ തൊട്ടാൽ ഇതുവരെ ഇറാൻ കണ്ടിട്ടില്ലാത്തവണ്ണം അമേരിക്ക ഇസ്രയേലിൻ്റെ അനുവാദമോ സമ്മതമോ അവരോ കൂടാതെ നേരിട്ടെത്തി ഞങ്ങളതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയൊന്ന് ആശാൻ വരട്ടിയിരിക്കുകയാണ്. ആശാനെ, ആർക്ക് വേണ്ടിയാണ് ഈ യുദ്ധം? എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം? എന്ത് നേടാനാണ്? എന്തുണ്ടയാണ് അവിടെ ഉണ്ടെന്ന് ഏതെങ്കിലും ഏജൻസികൾ ആശാനോട് പറഞ്ഞോ? ഈ ലോക ക്രിമിനലായ നെതന്യാഹുവിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അങ്ങനെ വിളിച്ച ആളാണ്. നെതന്യാഹുവിന് വേണ്ടി
ഈ യുദ്ധം നടത്തി ഒരു മേഖലയിലെ ജനങ്ങളെ മൊത്തം, ലോകത്തെ ജനങ്ങളെ മൊത്തം ബുദ്ധിമുട്ടിക്കുന്ന ഇയാളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്?